ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ കവിത വാര്യർ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് മൗത്ത് അൾസറിനെ കുറിച്ചിട്ടാണ്. ഒരു വായ്പുണ്ണ് വന്നാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ്. വായ്പുണ്ണ് ആയുർവേദത്തിൽ മുഖപാകം എന്നാണ് പറയാം. മുഖം എന്ന് വെച്ചാൽ വായ, പാകം എന്ന് വെച്ചാൽ പുണ്ണ്. നമ്മുടെ ബോഡിയിലും മൈൻഡിലും ചൂട് കൂടുമ്പോഴാണ് പുറത്തേക്ക് തള്ളി അത് പുറത്തേക്ക് ആ ചൂട് പോകണം. അപ്പൊ അത് നമ്മുടെ ഒരു പുണ്ണിന്റെ രൂപത്തിൽ പുറത്തോട്ട് വരും. പല അസുഖങ്ങളും വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയാണ്. പക്ഷെ അതിന്റെ പേരും ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആകെ ഒന്ന് ഭയപ്പെടും. വായ്പുണ്ണ് വരുമ്പോൾ ബേസിക്കലി എല്ലാവരുടെയും വിചാരം അതിന്റെ കാരണം ഭക്ഷണമാണെന്നാണ്. ഭക്ഷണം മാത്രമല്ല അതിന്റെ റീസൺ. അതിന് പല റീസൺസും ഉണ്ട്. ഭക്ഷണം ചില ഭക്ഷണം കഴിച്ചാൽ അതിന്റെ അസിഡിക് റിയാക്ഷൻ കാരണം ഇങ്ങനെ വരാം. ഓർക്കമില്ലായ്മ, അല്ലെങ്കിൽ അറിയാതെ ഒന്ന് നമ്മൾ പല്ലൊന്ന് കടിച്ചു. നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ വേഗം വേഗം കഴിക്കുമ്പോൾ പല്ല് കടിക്കും. അപ്പൊ അവിടെ ആ ഒരു സ്വെല്ലിംഗ് ഉണ്ടാവും. പിന്നെ ഉറക്കമില്ലായ്മ. അപ്പൊ ഉറക്കമില്ലായ്മ വരുമ്പോൾ ഭയങ്കര സ്ട്രെസ്സാണ്. നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ബ്രെയിനിന് റെസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിന് റെസ്റ്റ് ഇല്ല. ആ സമയത്തും ഇത് വരാം. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെഡിസിൻ കഴിച്ചു, അപ്പൊ അതിന്റെ ഒരു സൈഡ് എഫക്റ്റോ അതിന്റെ ഒരു റിയാക്ഷൻ കാരണം. പിന്നെ ഓറൽ ഹൈജീൻ ഇല്ല, വൃത്തി വെടുപ്പും ഇല്ല. അത് ചിലവർ പല്ല് തേക്കില്ല. പിന്നെ ചിലവരുടെ ടൂത്ത് പേസ്റ്റിൽ ചില റിയാക്ഷൻ കാണും. ചില പേസ്റ്റുകളുടെ ഒരു കെമിക്കൽ, അതിന്റെ ഉള്ളിലുള്ള കെമിക്കൽ കാരണം വായ്പുണ്ണ് വരാം. ഇതൊക്കെ വേറെ ചില റീസൺസ് ആണ്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം വന്നു അതിന്റെ ഭാഗമായിട്ടും വായ്പുണ്ണ് വരാം. ചിലർക്കൊക്കെ തൈറോയിഡൊക്കെ വന്നാൽ വായ്പുണ്ണ് വരാറുണ്ട്. ഇതിൽ ആയുർവേദത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ആയുർവേദത്തിൽ ബേസിക്കലി വായ്പുണ്ണിന് ഒരുപാട് മരുന്നുകളുണ്ട്, ക്ലാസിക്കൽ മെഡിസിൻസ് ഉണ്ട്. പക്ഷെ വീട്ടിലിരുന്നു കൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ത്രിഫല ചൂർണം വീട്ടിലുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ത്രിഫല പൊടി നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കുക, 1 ടീസ്പൂൺ മതി. തിളപ്പിച്ചിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് ചൂടാറും. ആ വെള്ളം കൊണ്ട് വായ ഇടയ്ക്കിടയ്ക്ക് ഗാർഗിൾ ചെയ്യാം. വായിൽ കുറച്ചു നേരം വെക്കുക, എന്നിട്ട് തുപ്പുക. എന്നിട്ട് വായിൽ കുറച്ചു നേരം വെക്കുക, എന്നിട്ട് തുപ്പുക. ഗാർഗിൾ ചെയ്യാം. ഓക്കെ. അപ്പൊ ത്രിഫല ചൂർണം നമ്മൾ തിളപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത് ചൂടല്ലേന്ന്. അല്ല, ത്രിഫല ചൂർണം അത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ ആ വെള്ളം ചൂടായി. അപ്പൊ അതിന്റെ റിയാക്ഷൻ മാറി. അതുകൊണ്ടാണ് ആയുർവേദത്തിൽ ചില മരുന്നുകൾ നമ്മൾ തിളപ്പിച്ചിട്ട് ആറിയിട്ട് ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുന്നത്. അതിന്റെ റിയാക്ഷൻ ഒന്ന് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് ശരിക്കും ചെയ്യാണ്ടാവുമ്പോഴാണ് അത് മെഡിസിൻ നമുക്ക് എഫക്ട് ചെയ്യാത്തത്. ഇനി ഇതൊന്നും അല്ല, നെയ്യ് പുരട്ടിയാൽ മതി. ഓക്കെ. അതല്ല, വെളിച്ചെണ്ണ പുരട്ടിയാൽ മതി. ഇത്തിരി എല്ലാവരും പൊതുവെ അതാണ് ചെയ്യുന്നത്. ഉപ്പ് വെള്ളിട്ട് ഗാർഗിൾ ചെയ്താൽ മതി. ഓക്കെ. പിന്നെ റൈത്ത എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ഉണ്ട്. എന്ന് വെച്ചാൽ വെള്ളരിക്ക വാഷ് ചെയ്തിട്ട് കട്ട് ചെയ്ത് സ്മോൾ പീസ് ആക്കിയിട്ട് അതിൽ കുറച്ച് തൈര് ഉപ്പൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി. അത് ചപ്പാത്തിയുടെ കൂടെ നമുക്ക് കഴിക്കാം. കാരണം നമുക്ക് വായ്പുണ്ണ് വരുമ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വേറൊരു ഇതാണ്. അപ്പൊ അത് ഓബ്വിയസ്ലി നമുക്ക് സ്പൈസി അല്ലെങ്കിൽ ഹോട്ട് സ്പൈസി ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ചപ്പാത്തിയുടെ കൂടെ നമുക്ക് ഇങ്ങനെ എന്തെങ്കിലും റയത്തായിട്ട് നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ഓക്കെ. പിന്നെ നമുക്ക് ഈ പറയുന്ന മാതിരി നമുക്ക് ഇപ്പൊ ഉച്ചയ്ക്കാണെങ്കിൽ നമുക്ക് മോരൊഴിച്ച് കൂട്ടാൻ കഴിക്കാം. അപ്പൊ നമ്മൾ അതിൽ കുറച്ച് വ്യത്യാസം നമുക്ക് വരുന്നത്. ഡയറ്റ് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം ആ സമയത്ത് നമുക്ക് ദഹനക്കേട് വരും. അപ്പൊ നമ്മൾ ഹെവി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെയും ഇത് കൂടാൻ, അല്ലെങ്കിൽ ഒരു വേദന, നമുക്ക് ഭയങ്കരമായിട്ട് വേദനിക്കും. ഓക്കെ. പിന്നെ വേറൊരു മെഡിസിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയുർവേദത്തില് അരിമേധാതി തൈലം നല്ല ബെസ്റ്റ് മെഡിസിൻ ആണ്. ഒരു എണ്ണയാണ്. ആ എണ്ണ നമ്മൾ വായിൽ കുറച്ചു നേരം വെച്ചിട്ട് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് വെച്ചാൽ മതി. അതിനുശേഷം അത് തുപ്പിക്കളയാം. എന്നിട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം കുടിക്കുക. അപ്പൊ നമുക്ക് ഭയങ്കര ആശ്വാസം. എനിക്കറിയാം ഇത് പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി വിത്തിൻ 2 ഡേയ്സ് അല്ലെങ്കിൽ 3 ഡേയ്സ് കൊണ്ട് നല്ല വ്യത്യാസം വരും. അരിമേധാതി തൈലം. ഓക്കെ. അപ്പൊ ഇത് ഇത്തിരി എണ്ണ ഇറങ്ങിപ്പോയാലും ഒന്നും സംഭവിക്കില്ല. അതേമാതിരി ഖതിരാതി വടി കിട്ടും, ഗുളിക. ഖതിരാതി ഗുളിക നമുക്ക് ചവച്ച് തിന്നാൻ വളരെ, അത് ചൂയ് ചെയ്ത് ഒരു ദിവസം ഒരു 3-4 ഗുളിക തിന്നാൽ ഒരു പ്രശ്നവും വരില്ല. പക്ഷെ വെള്ളം എപ്പോഴും നന്നായിട്ട് കുടിക്കണം. അതേമാതിരി ത്രിഫല ചൂർണം നേരത്തെ പറഞ്ഞവർ അതിൽ ഇരട്ടി മധുരം കൂടി മിക്സ് ചെയ്തിട്ട് കഴിച്ചാൽ ബെസ്റ്റ് ആണ്. ത്രിഫല ചൂർണം ഇരട്ടി മധുരം, ദീസ് ആർ ദ 2 മെഡിസിൻസ്. രണ്ടും വളരെ ബെസ്റ്റ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. പിന്നെ വേറെ കാര്യം, പേരക്കായുടെ ലീവ്സ് ഇല്ലേ, അതിന്റെ ഇലകള് ഇങ്ങനെ ചവച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ല വ്യത്യാസം വരും. സോ ബേസിക്കലി ഈ വായ്പുണ്ണിന് എന്താ ആവശ്യം? ശീതള ദ്രവ്യാസ് എന്ന് വെച്ചാൽ തണുപ്പായിട്ടുള്ള മരുന്നുകളാണ് ഇതിന് ആവശ്യം. ഓക്കെ. അതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ അത് ചെയ്തു കഴിഞ്ഞാൽ തനിയെ ബാക്കി എല്ലാം വളരെ ഈസി ആയിരിക്കും. പിന്നെ വേറൊരു മരുന്ന് സപ്തച്ഛതാതി കഷായം, പേര് ഞാനിവിടെ എഴുതുന്നുണ്ട്, വായിക്കാം. ഈ കഷായം കഫപിത്ത ശമനമാണ്. അതായത് കഫം ശമിപ്പിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള കാര്യം. ഞാൻ പണ്ട് പറയാറുണ്ട്, വീഡിയോസിലൊക്കെ ഞാൻ പറയാറുണ്ട്, കഫം എന്ന് പറയുന്ന എനർജിയുടെ ലൊക്കേഷൻ ഈ ഭാഗത്താണ്. ഒബ്വിയസ്ലി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളോ അസുഖങ്ങളോ വരുന്നുണ്ടെങ്കിൽ അതിന് കഫമാണ് അതിന്റെ മെയിൻ ആള്. അപ്പൊ കഫവും പിത്തവും രണ്ടും കുറയ്ക്കണം ഇവിടെ. അപ്പൊ ഈ കഷായം അതിന് വളരെ നല്ലതാണ്. സോ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോവുക. സംശയങ്ങളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ. സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.